ഹലോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അൽഷിഫാൻ്റെ കല്യാണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ 11 മണിയോട് കൂടിയിട്ട് ഓഡിറ്റോറിയത്തിലെത്തി. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അൽഷിഫ ഉണ്ടായിരുന്നില്ല. അവൾ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. നാജിയും ദിലും അക്കിം ഹൈദരാബാദിൽ നിന്ന് അൽഷിഫാൻ്റെ കല്യാണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അൽഷിഫാക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ അവൾ നല്ല സർപ്രൈസ് ആയിപ്പോയി. അവർ വരുന്നത് എനിക്കറിയായിരുന്നു കേട്ടോ. നാജി എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജുമിക്കും അറിയണ്ടായിരുന്നില്ല കേട്ടോ ഇവർ വരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ജുമിൻ നല്ല സർപ്രൈസ് ആയിരുന്നു ഇവരെ കണ്ടപ്പോൾ. ബട്ട് ജുമിൻ്റെ റിയാക്ഷൻ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കേരളത്തിൽ ഭയങ്കര ചൂടാന്ന് പറഞ്ഞിട്ട് സ്റ്റേജുമുള്ള കൂളറിൻ്റെ അടിയിൽ പോയിരിക്കാം കേട്ടോ ഹൈദരാബാദിൽ നിന്ന് വന്ന് നാജിയ ബിസ്നി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അൽഷിഫാൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞങ്ങളെ കൂടെ തന്നെയാണ് അൽഷിഫും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളെത്താത്തയാണ് കേട്ടോ അവൾക്ക് ഫുഡ് കൊടുക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ പോയി. കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ ഹഫീം ഗൻഷിയും വരാൻ. ഹഫീം ഗൻഷി ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നാജിയും ദിലും മക്കിയും വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ റിയാക്ഷൻ വാസ് സോ എക്സൈറ്റഡ്. ഐ തിങ്ക് മേ ബി അൽഷിഫാനെക്കാളും സർപ്രൈസ് ആയിട്ടുണ്ടാവും കേട്ടോ ഹഫീം ഗൻഷി അവരെ കണ്ടപ്പോൾ. 2 ഡേയ്സ് മുമ്പ് വിളിച്ചപ്പോൾ പോലും അവർ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ അവർക്ക്. എല്ലാവരും വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് അൽഷിഫാൻ്റെ ഫാമിലിയാണ്. അതൊക്കെ കഴിഞ്ഞ് ചെക്കൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അൽഷിഫ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ് സ്റ്റേജിൽ വന്ന് ഇറങ്ങിയിട്ട്. കുറച്ച് സമയത്തിന് ശേഷം ചെക്കിന് എത്തിയിട്ടുണ്ടായിരുന്നു. ചെക്കൻ വന്നറിഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മളെ ബ്രൈഡ്. ഗ്രൂമിൻ്റെ എൻട്രിക്ക് ശേഷം ഒരു അടിപൊളി എൻട്രി ആയിരുന്നു കേട്ടോ ബ്രൈഡിൻ്റെത്. ബ്രൈഡും ബ്രൈഡ്സ് മെയ്ഡ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ടൈമും കൂടെ അവിടെ ഇരുന്ന് അവരുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോകും.